വെറുതെയാവുന്ന അവസ്ഥ ആവാൻ പാടില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട എന്താ പറയാ, എന്നെക്കാളും പ്രായമുള്ളവർ പോകുമ്പോ അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആ ഒരു അവസ്ഥയിൽ പലപ്പോഴും അത് മനസ്സിലാക്കുന്നു, നമ്മുടെ മനസ്സിനുള്ളിലേക്ക് വരുന്നില്ല അതൊരു അപകടമായിരിക്കുമെന്ന്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം, അവിടുത്തെ ഗവൺമെന്റിന്റെ നിയമങ്ങൾ കൂടിയുണ്ട്. അവിടുന്ന് ഫോട്ടോ എടുക്കൽ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമപ്രകാരമാണെങ്കിലും അല്ലെങ്കിലും അവിടെ ഗവൺമെന്റ് അത് നിരോധിച്ച കാരണത്താൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് എന്താണ് നിരോധിച്ചിട്ടുള്ളത് അത് പാലിക്കുക എന്നുള്ളതാണ് ഒരു മുസൽമാന്റെ അവന്റെ എന്താ പറയാ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യം എന്ന് പറയുന്നത്. അത് ചെയ്യാത്ത പക്ഷം അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് ഇവിടുന്ന് ഹജ്ജിന് പോകുന്നവരോട് പറയാനുള്ളത്, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്റെ മഖാമുകളിൽ പോവുകയാണെങ്കിൽ പോലും അവിടുത്തെ മസാറുകൾക്ക് പിൻഭാഗമാകുന്ന രീതിയിൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ അവിടുന്ന് ഫോട്ടോ എടുത്തത് കൊണ്ട് നമ്മളെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുകയില്ല. ഫോട്ടോ എടുത്തത് കൊണ്ട് നമ്മുടെ ഹജ്ജ് പടച്ച റബ്ബ് ഈ ഫോട്ടോ എടുത്തത് കൊണ്ടതിലൂടെ അല്ലാഹു ഇത് മറ്റുള്ളവർ കാണുന്നതിലൂടെ കൂടെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന കാര്യം, ഞാൻ ഹജ്ജ് ചെയ്തു, നാലാളുകൾ കാണട്ടെ എന്നല്ലേ. സ്വാഭാവികമായി ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ കളങ്കം വരുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആത്മാർത്ഥമായി ഇവിടെ പോയി ചെയ്യുക. നിങ്ങൾ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ അതിഥികളായിട്ട് ആ പരിശുദ്ധ ഭൂമിയിലേക്ക് പോകുമ്പോ എല്ലാം ആത്മാർത്ഥമായി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന എനിക്ക് ആ ഭൂമിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല, ഇവിടെ ഇരിക്കുന്ന പലർക്കും അതിനെ സാധിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ എവിടെ പോയി ചെന്നിട്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധമാക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുമസാറിനടുക്കൽ ചെന്നിട്ട് ഒരിക്കലെങ്കിലും അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് വിളിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അവിടെ എത്തിയിട്ട് നമ്മൾക്കും ഇതുപോലെ തന്നെ അവിടത്തേക്ക് എത്തിയിട്ട് ഇതുപോലെ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ലോക മുസ്ലിമീങ്ങളുടെ സമാധാനത്തിനും ലോക മുസ്ലിമീങ്ങളുടെ ഇസ്സത്തിനും ലോക മുസ്ലിമീങ്ങളുടെ എല്ലാ രക്ഷയ്ക്കും വേണ്ടിയിട്ടും നിങ്ങൾ അവിടുന്ന് ദുആ ചെയ്യണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അബ്ബാസ് അലി മാളികയിൽ സാഹിബിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, നേതാക്കളെ, ആചാര്യമാരെ, സുഹൃത്തുക്കളെ, നാം ഇവിടെയൊക്കെ ഒരുമിച്ച് കൂടിയതിന്റെ ഉദ്ദേശ ലക്ഷ്യം നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. അവർക്ക് വേണ്ടി യാത്രയെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ഇത് നാം അവരെ ബഹുമാനിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ യാത്രയപ്പ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. ആഡംബരങ്ങളും ഷോക്കുകളും എല്ലാം ഉണർത്തിമാരെ ഒഴിവാക്കി തഖ്വ എന്നുള്ളത് മാത്രം കൂട്ടിപ്പിടിച്ച് ജീവിതത്തിൽ ഇവിടുത്തെ യാത്ര ഈ ഉദ്ദേശം മുതൽ അവസാനിക്കുന്നത് വരെ അതേ തഖ്വയിൽ തന്നെ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനും അതിന്റെ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഇഷ്ടപ്പെട്ട രൂപത്തിൽ നിർവഹിച്ച് അതിനുവേണ്ട ആയുരാരോഗ്യവും ആഫിയത്തും അള്ളാഹു നിലനിർത്തി തരികയും കുടുംബത്തിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു വരാൻ എല്ലാവർക്കും തൗഫീഖും അനുഗ്രഹം ചെയ്ത് അള്ളാഹു നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞ എല്ലാവർക്കും അതുപോലെ എല്ലാവർക്കും വേണ്ടി അവിടെ മീമേങ്ങാൻ പോണ്ട, 10 മണിക്കൂർ കഴിയുന്നുണ്ടാൻ തിരക്കിലൊന്നുമില്ല, നല്ല ഫ്രീ സമയമാണ്. നന്നായിട്ട് ഇരുന്നിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും, നാട്ടുകാർക്കും ലോകത്തിന് മുസ്ലിമുകൾക്കും വേണ്ടി ദുആഇടുക. എല്ലാം ഖൈറിലും ഭാരത്തിലും സന്തോഷത്തിലും ഉണ്ടാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ ഇസ്ലാം 5 കാര്യങ്ങളുടെ മേലാണ് എടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 5ാമത്തതാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. മനുഷ്യ ജീവിതത്തിൽ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്.
ആ അഞ്ചാമത്തെ കാര്യം കൂടി ചെയ്യുന്നതുകൂടെ ഒരു മനുഷ്യൻ ഇസ്ലാമിൻ്റെ പരിപൂർണമായ അമലുകൾ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്രാവശ്യം നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർ, അതുപോലെ തന്നെ ഹജ്ജിമാർ, അവർക്ക് അല്ലാഹു തആല ആഫിയത്തും എല്ലാ കർമ്മങ്ങളും നല്ല കൃത്യമായി ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായി വേദി തുടങ്ങുമ്പോൾ നമ്മൾ കേട്ടു ഫൈന ഖൈറസ്സാദി തഖ്വ. അബ്ബാസ് ഹാജി പറഞ്ഞതുപോലെ പൂർണ്ണമായും തഖ്വയും, അതായത് സഫർ എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം ഖിത്അത്തുൻ മിനൽ അദാബ്, ഒരു ഇത് ശിക്ഷയുടെ ഒരു പകുതിയായിരിക്കും യാത്ര എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ അമീറന്മാർ പറഞ്ഞതുപോലെയോ ഒന്നും ഉണ്ടാവില്ല. വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. അതെല്ലാം സഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ മാഷാ അല്ലാഹ് ഹജ്ജിനെ കുറിച്ച് പറയുന്ന ആ ഖിറാഅത്തോടുകൂടിയാണ് തുടങ്ങിയത്. അതിലെല്ലാം വിശദമായി പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ ഹസീന റഹീം അത് പറഞ്ഞു. അതൊക്കെ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടെ ഹജ്ജ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് പ്രാവശ്യം പോകുന്നവർക്കും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഉമർ റളിയല്ലാഹു പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ദുആ ചെയ്യും. അടുത്ത ഭാവിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഹജ്ജ് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ മഹത്തായ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഫൈസൽ ഉസ്താദാണ്. അതിന് മുന്നോടിയായി നമ്മുടെ ബഹുമാനപ്പെട്ട യാത്ര പോകുന്ന ഹജ്ജാജിമാർക്ക് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാനോ സംവദിക്കാനോ ഉണ്ടെങ്കിൽ ആരെങ്കിലും ക്ഷണിക്കുന്നു. അപ്പോൾ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി നമ്മുടെ മുക്കോട് സുന്നത്ത് ജമാഅത്തിന്റെ ആത്മീയ നേതൃത്വം ഫൈസൽ ഉസ്താദിനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب الأبي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയമുള്ള പണ്ഡിതന്മാര്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര്, മുക്കോട് മഹല്ല്, അതുപോലെ പരിസരത്തുള്ള പ്രദേശങ്ങളിലുള്ള നാട്ടുകാര്, ഖാലിഖായ ജഗതികന്താവായ റബ്ബ് നമ്മുടെ ഈ കൂടലും പിരിയിലും സ്വാലിഹായ അമലൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഇതിന്റെയൊക്കെ ബറക്കാത്തുകളെ കൊണ്ട് നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും അല്ലാഹു തആല നിറവേറ്റി തരുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന എന്റെ ഹാജിമാര്, ഹജ്ജുമാര്, ആ ഫാമിലിക്കും അല്ലാഹു തആല അതിനുള്ള ആഫിയത്തും ആരോഗ്യം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഹൈറായ രീതിയിൽ റാഹത്തോടുകൂടി സലാമത്തോടുകൂടി മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മറ്റു സിയാറത്തുകളും ഒക്കെ ചെയ്ത് ആ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ ജഗതികന്തായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഖ്യ പ്രഭാഷണം ഇവിടെ വന്നപ്പോഴാണ് ഒരു ചടങ്ങിലേക്ക് വന്നെന്ന് മാത്രം. മുഖ്യ പ്രഭാഷണം ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം പറയാം. ആരൊക്കെ എനിക്ക് തോന്നുന്നു ആരൊക്കെ അവരും പിന്നെ അവരുടെ ഫാമിലിയുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ വിളിയാടങ്ങൾ എത്തിപ്പെട്ട ആളുകൾ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും? അവിടെ എത്തിപ്പെടും. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിലെ
27-ാമത്തെ ആയത്ത് നമ്മെ സൂചിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. സദഖല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞല്ലോ, നീ എന്തിനോ ജനങ്ങൾക്കിടയിലൂടെ എന്തിനോ ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ച് വിളംബരം ചെയ്തോ. ജനങ്ങൾക്കിടയിലൂടെ ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ച്, അതിന്റെ പവിത്രതയെ കുറിച്ച്, അതിന്റെ പോർച്ചയെ കുറിച്ച്, അതിന്റെ ഫളായിലിനെ കുറിച്ച് ഈ ജനങ്ങൾക്കിടയിലൂടെ നീ എന്ത് ചെയ്തോ, വിളംബരം ചെയ്തോ. അത് ഒട്ടകത്തിന്റെ മേലിലാണെങ്കിലും ശരി, നടന്നുകൊണ്ടാണെങ്കിലും ശരി, അതെന്ത് ചെയ്തോ, വിളംബരം ചെയ്തോളൂ. അതിന് അർഹതപ്പെട്ട ആളുകൾ അവിടെ നീയും എത്തിച്ചേരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിയാളം കേട്ട ഏതൊക്കെ മുഅ്മിനീങ്ങളുണ്ടോ, മുഅ്മിനാത്തുകളുണ്ടോ, അവരൊക്കെ ആ പരിശുദ്ധമായ കഅബയിൽ എത്തിച്ചേരാൻ കാരണമാകുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാജിമാർക്ക് പല പ്രയാസങ്ങളുണ്ടോ അല്ലെ? ഏതൊരു യാത്രയാണെങ്കിലും അതിൻ്റെതായ, നേരത്തെ പറഞ്ഞല്ലോ, എന്ത് യാത്ര ചെറിയ പ്രയാസം തന്നെയാണ്. ഏതൊരു യാത്രക്കും അത് ചെറിയ യാത്രയാണെങ്കിലും, അത് തൊഴിലായ ദീർഘമായ യാത്രയാണെങ്കിലും എന്തുണ്ടാവും, യാത്രക്ക് അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രിയപ്പെട്ട ഹാജിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അവിടെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ സഹിച്ച് അവിടെ എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് നമ്മളൊരു ഹാജ് എന്ന് പേര് കിട്ടാനല്ല, അല്ലാഹു തആല തന്ന സമ്പത്തിൽ നിന്നും തടിയാലും മുതലാലും നീ എന്ത് ചെയ്യണം, ഹജ്ജ് ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചപ്പോ ആ കർമ്മം നിർവഹിക്കാൻ നമ്മൾ എന്തായാലും അവിടെ എത്തിപ്പെട്ടത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അവിടെ ചെന്ന് ചിലപ്പോ ഹാജിമാർക്കുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് നസീഹത്തുകൾ അവിടുത്തെ അമീറുമാർ, അതല്ലെങ്കിൽ നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയം ചിലപ്പോ പ്രയാസം ഭക്ഷണ ഹാളിലേക്ക് ചെല്ലുമ്പോ ഭക്ഷണം ചിലപ്പോ നീയും കിട്ടാൻ ചിലപ്പോ ഒന്ന് ഒഴുകാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ഒരുപാട് നമ്മൾ മാത്രമല്ല ഒരുപാട് ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ടാവാം. അവർക്കുള്ള ഭക്ഷണം എവിടെ ആയിരിക്കും, നമ്മുടെ ഭക്ഷണ ഹാളിലായിരിക്കും. അപ്പോ കിട്ടാൻ വല്ല പ്രയാസം, അതിന്റെ പേരിൽ നമ്മൾ നീയും അവരോട് ചണ്ട കൂടേണ്ടി വരും. ചണ്ട കൂടെന്ന് വെച്ചാല് നമ്മൾ വർത്തമാനം പറയേണ്ടി വരും. അങ്ങനെയൊക്കെ പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ നമ്മളെ നഫ്സിനെ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി, അതായത് പട്ടിണി കിടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, പട്ടിണി കിടക്കണം എന്നല്ല പറഞ്ഞത്. അങ്ങനെ കുറെ പ്രയാസങ്ങളൊക്കെ നീണ്ട ഒരു അനുഭവിക്കേണ്ടി വരും. ചിലപ്പോ നമ്മൾ പറയുന്നത് പൈസ തന്നിട്ടല്ലേ അല്ലെ, അങ്ങനെ പല വർത്തമാനങ്ങൾ അതിനോട് അനുബന്ധമായ എന്തൊക്കെ സംസാരങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് നീണ്ട വരും, സംസാരിക്കേണ്ടി വരും. പക്ഷെ എങ്കിലും പോലും അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതുപോലെ പരിഹരിച്ച് നമ്മൾ പരിശുദ്ധമായ കഅബയിൽ അല്ലെ, ഭൂമി ലോകത്ത് ഇന്ന് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് പരിശുദ്ധമായ കഅബ. ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ മക്കയിൽ എത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു 5 കിലോമീറ്റർ മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് കാണാം. അല്ലേ, ആ ചെക്ക് പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ കാണാം രണ്ട് കവാടങ്ങൾ. ശ്രദ്ധിച്ചു നോക്കൂ, അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എന്ത് ഇന്ന അവ്വലു ബൈത്തിൻ വുദിഅ ലിന്നാസി ലില്ലദീ ബിബക്കത്ത മുബാറക എന്നിങ്ങനെ ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണത്? ആ കടന്നു പോകുന്നത് നിങ്ങൾ അല്ലേ, അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ആരാധിക്കാൻ ഇബാദത്ത് ചെയ്യാൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണിത്. പരിശുദ്ധമായ കഅബയിൽ നിലനിൽക്കുന്നു സൂചിപ്പിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ കഅബയിൽ ചെല്ലുമ്പോ മുഅ്മിനാണെങ്കിൽ അവന്റെ ഖൽബൊന്ന് പടക്കും. ഫസ്റ്റായിട്ട് ആ കഅബയിലേക്ക് ചെല്ലുമ്പോ എന്താ കാരണം, പടച്ചോനെ എനിക്കൊരുപാട് ആഫിയത്ത് തന്നു, ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു, അതിൽ നിന്നും ഒരു സബബ് കിട്ടിയപ്പോ, ഒരു കാരണം കിട്ടിയപ്പോ, ഒരു തൗഫീഖ് കിട്ടിയപ്പോ ഞാൻ എന്റെ പരിശുദ്ധമായ കഅബയിലേക്ക് ഞാൻ വന്ന് പെട്ടല്ലോ അല്ലാഹ്,
എന്താ ഒരു ചിന്തയോട് കൂടി ആ മനുഷ്യൻ തന്നെ ചിന്തിക്കുമ്പോ അവന്റെ കൽബ് എന്തായാലും നീയും ഒന്ന് നിറഞ്ഞു പോകും. അനുഭവപ്പെട്ടവരുണ്ടോ അവിടെ? ഹജ്ജ് പോലും ഒന്ന് ഇറക്കി ഏതായാലും ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ചെല്ലുമ്പോ ആർക്കായാലും എന്ത് ചെയ്യും? ഒരു നെഞ്ചിടിപ്പ്, എന്തിന്റെ? സന്തോഷത്തിന്റെ കരച്ചിൽ ചെയ്യും, അവന്റെ കൽബിൽ ചെയ്യും, വന്നു പോകും. യാതൊരു സംശയമല്ല. പോവാത്തവർക്ക് അല്ലാഹു തആല എന്ത് ചെയ്യട്ടെ? തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ചെന്ന്, കാരണം ഹബീബുന വസയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ, ഹദീസിൽ പഠിപ്പിച്ചതുപോലെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് പ്രളയം വന്ന് ആ കഅബാലയം നശിച്ചു പോയപ്പോ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് അവിടുത്തെ മകനും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാക്കി പണി പൂർത്തീകരിച്ച ആ കഅബാലയത്തിന്റെ പണിയെല്ലാം തുടങ്ങി വെച്ച് അതിന്റെ ആ കഅബാലയത്തിന്റെ ശില്പി അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കപ്പെട്ടപ്പോൾ അവർ രണ്ടുപേരും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്ന പരിശുദ്ധമായ ഖുർആൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കപ്പെട്ടിട്ട് റബ്ബിനോട് ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും ഇത് നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളെ, ആ പരിശുദ്ധമായ കഅബാലയം നിസ്കരിച്ച 2 റക്അത്ത് നിസ്കരിച്ചാൽ 70,000 ഇരട്ടി ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന പരിശുദ്ധമായ കഅബാലയം. അതുപോലെ തന്നെ മസ്ജിദുൻ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമമുള്ള മദീന മുനവ്വറയിൽ അല്ലാഹു തആല അവിടെ ചെല്ലാൻ നാളെ തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നമ്മൾ ചെല്ലുന്നു. എന്താണ് ഹജ്ജ്? ഹജ്ജ് ഹാജ് എന്ന് പേരിട്ടാൻ വേണ്ടിയിട്ടല്ല. അൽ ഹജ്ജു അറഫ, അൽ ഹജ്ജു അറഫ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. അത് എന്താണ് അറഫ? എന്നതിന്റെ മഅന എന്താണ്? മഅന അറഫ, മഅന അറഫ, അറഫന്റെ മഅന എന്ന് വെച്ചാൽ കണ്ടുമുട്ടി, പരസ്പരം അറിഞ്ഞു, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കി എന്നാണ്. എന്തുകൊണ്ട്? അവ്വലുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവ്വലുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഭാര്യയാകുന്ന ഹവ്വാ റളിയല്ലാഹു അൻഹയും സ്വർഗ്ഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടല്ലോ. ചരിത്ര വിശാലമാണ്. ആ സ്വർഗ്ഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ രണ്ടുപേരും 2 വഴിക്കാണ് ഉണ്ടായത്, പോയത്. ആദം നബി ഒരു വഴിക്കും ഹവ്വാ റളിയല്ലാഹു തആല വേറെ വഴിക്കും. ഇതുവരെ രണ്ടുപേരും 2 വഴിക്കാണ് യാത്ര പോയത്. പിന്നെ അവർ കണ്ടുമുട്ടുന്നത് ഇതേപോലെ അറഫയിൽ വെച്ചാണ്. ആ അറഫയിൽ വെച്ച് അവ്വലുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുത്തെ ഹവ്വാ റളിയല്ലാഹു തആല കണ്ടുമുട്ടിയപ്പോൾ, അതാണ് അവിടെ അറഫയിൽ വെച്ചാണ് രണ്ടുപേരും കണ്ടുമുട്ടിയത്, കണ്ടത് വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ അവിടെ അറഫത്തിന്റെ പേര് വന്നു അറഫ. അവിടെ കണ്ടുമുട്ടി, പരസ്പരം അറിഞ്ഞു, പരസ്പരം മനസ്സിലാക്കി എന്നൊക്കെ മാന വരുന്ന അറഫ. അൽ ഹജ്ജു അറഫത്തുൻ. ദുൽഹിജ്ജ 9 അന്ന് എല്ലാ ആളുകളും എവിടേക്ക് പോകും? മിനയിൽ നിന്ന് അറഫയിലേക്ക് ചെല്ലും. അറഫ സംഗമം നടക്കും. ആ അറഫയിൽ, ആ സംഗമത്തിൽ ഒന്ന് നിന്നാൽ നമുക്ക് ആ ഹജ്ജിമാരായി അറഫയിൽ നിൽക്കണം. അത് ഹജ്ജിന്റെ നിർബന്ധമായ ഒരു അമലാണ്. അപ്പൊ ആ ഹജ്ജ് അറഫയിൽ നിൽക്കുക എന്നുള്ളത് ഓരോ ഹാജിമാർക്കും നിർബന്ധമായതാണ്. ആ അറഫയിൽ സംഗമിച്ചാലേ ഹജ്ജ് എന്നുള്ള, ഹാജി എന്നുള്ള പേര് നമുക്ക് എന്തുള്ളൂ, കിട്ടുള്ളൂ. അതാണ് ഹജ്ജ്. അൽ ഹജ്ജു അറഫത്തു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫ സംഗമമാണ്. ആ അറഫ സംഗമം നമുക്കറിയാം, ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ വന്ന് ഓരോ പ്രദേശങ്ങളിൽ നിന്നും ലോകത്തുള്ള ഏതൊക്കെ വെളുത്തവനോ കറുത്തവനോ വ്യത്യാസമില്ലാതെ, വേഷവിധാന വ്യത്യാസങ്ങളില്ലാതെ, വേഷദേശ വ്യത്യാസമില്ലാതെ
എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന സംഗമമാണ് അൽ അറഫത്തു, അറഫ സംഗമം. അല്ലാഹു തആല കാണാനും ചെല്ലാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ അറഫയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ നോമ്പ് നോൽക്കുന്നു അല്ലെ? ഇവിടെ അറഫാന്റെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോമ്പ് നോൽക്കുന്നു. ഹാജിമാർക്ക് നോമ്പ് നോക്കുന്നത് ഹറാമാണ്, അത് തെറ്റാണ്. അവരെന്ത് ചെയ്യുന്നു? ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുന്നു. ഈ വിനീതൻ പോകാൻ ഇടയായിട്ടുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ പറയാനുള്ള കാരണം ഹജ്ജിന് പോകാൻ തൗഫീഖ് വേണമെന്ന് പറഞ്ഞല്ലോ. അങ്ങോട്ട് പറഞ്ഞു ചാൻ നിർത്തുന്നു. ഹജ്ജിന് പോകാൻ തൗഫീഖ് വേണമെന്ന് പറഞ്ഞില്ലേ? 2012 അതാണ് തുടക്കം. 2012 തുടക്കല്ല, ഹജ്ജിന് തുടക്കല്ല. ഞാൻ പോകാൻ കാരണം പറഞ്ഞു. 2012 എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉമ്മ ഹജ്ജിന് പോകാൻ ഇറാൻ കിട്ടിട്ട് പോകാൻ റെഡിയായി കിടന്നു, കൊണ്ടുപോകാൻ റെഡിയായിട്ടുണ്ട്. അപ്പോ 2 ജ്യേഷ്ഠന്മാരും വന്ന് അവിടെയാണ്, മക്കയിലാണ്. അപ്പോ ഉമ്മ ചെറിയൊരു കിഡ്നി പേഷ്യന്റിന്റെ ആളുമാണ്, ഒരു പ്രയാസമാണ്. ഏതിരുന്നാലും ഉമ്മ അഞ്ചിന് പോകാൻ റെഡിയായി. ഇന്ത്യക്ക് വല്ലാത്ത വിഷമം. എന്ത് പഠിച്ചോലെ ഒരു അവിടെ ഉണ്ട്, ഞാനും പടയുണ്ട്. എനിക്കെന്താ പോയല്ലോ മല കൊളന്ന് പോണെങ്കിൽ അല്ല വന്ന് 2.5-3 ലക്ഷം റുപ്യാണ് റേറ്റ് വരുന്നത്. നമ്മളെ കൊണ്ട് ചെലവഴിച്ച് പോകാൻ നമുക്ക് എന്താ പോലെ എത്തൂല്ല. എന്നിരുന്നാൽ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ പള്ളിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ദ്വാരക്കും. എന്ത് വയ്ക്കുമ്പോഴാണെങ്കിലും ദ്വാരക്കും. അത് എന്തൊരു സ്വഭാവമാണ്. എന്ത് മദീന കാരണം, മക്ക കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകും. പെട്ടെന്നാണ് ജ്യേഷ്ഠം വിളിച്ച് മക്കൾക്ക് ഒരു ബിസണ്ട് കയറണോന്ന് വെച്ചു. ഒന്നും നോക്കിയില്ല, പള്ളി കണ്ടിട്ട് എവിടെ പോയി? ഉമ്മാന്റെ മുമ്പിൽ ആരാണ് ഇത്? ഉമ്മ പിന്നീട് വരുന്നത്. പക്ഷെ ഞാൻ ശവ്വാൽ 2 അവിടെ എത്തി, പ്രസിദ്ധമായ മക്കയിലെത്തി. മക്കന്റെ അടുത്ത് റുസൈഫ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. റുസൈഫ മസ്ജിദുൽ അമീർ അഹമ്മദിന്റെ നേരെ ബാക്കിലെ റൂമുള്ളത്. അവിടെ എത്തിപ്പെടാൻ സാധിച്ചു എന്നർത്ഥം. ഉമ്മാന്റെ മുമ്പ് ഞാൻ അവിടെ എത്തി. എങ്കിലും വല്ലാത്ത സങ്കടം ഞാൻ പറയാം. എന്റെ കണ്ണ് നിറഞ്ഞു പോയത് പ്രിയപ്പെട്ട ഉമ്മ ഹജ്ജിന് വേണ്ടി അവിടേക്ക് വരുമ്പോ മക്കയില് അവിടുത്തെ KSRTC അവിടുത്തെ പിന്നെ എന്താ സാപ്റ്റിക്കോ അല്ലെ, അവിടുത്തെ ബസ്സില് അവിടെ വരുമ്പോ ഞങ്ങൾ 3 പേര് അവിടെ ഉണ്ട്. ഉമ്മാനെ സ്വീകരിക്കാൻ പ്രസിദ്ധമായ കഅബയുടെ മക്കയിലുണ്ട്. ഉമ്മ വന്നിറങ്ങുമ്പോൾ എന്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. എന്താണ് പഠിച്ചോനെ കാണാൻ തൗഫീഖ് എനിക്ക് എന്തായല്ലോ ഉണ്ടായല്ലോ റബ്ബേ. ഒന്നും നോക്കിയില്ല, ഞാൻ പോയി. അത് കഴിഞ്ഞ് അറബിയോട് സമ്മതം ചോദിച്ച് ഉമ്മ ഹജ്ജിന് വന്നിട്ടുണ്ട്, എനിക്ക് എന്ത് ചെയ്യണം? ഉമ്മാനെ കൂടെ ഹിദമത്തിന് എന്ത് ചെയ്യണം? പോകണം. അപ്പൊ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ അദ്ദേഹം തുർക്കിയുടെ മുത്തവഫിന്റെ മുതിരാണ്, തുർക്കിയുടെ ഹജ്ജിന്റെ മുത്തവഫിന്റെ മുതിരാണ്. എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് പോയിക്കോടി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഇത് പറഞ്ഞു. ഉമ്മാക്ക് മാത്രമല്ല ഹിദമത്ത് ചെയ്യാൻ പറ്റിയത്, പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ ആ ഗ്രൂപ്പിൽ വന്ന ഒരുപാട് ഹാജിമാരുണ്ടായിരുന്നു, ഒരുപാട് വല്യമ്മമാരുണ്ടായിരുന്നു, വല്യപ്പന്മാരുണ്ടായിരുന്നു. വയസ്സായവർക്ക് ആ ഒരു പിന്നെ ലിഫ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ആ കേരള ചങ്ങലെന്താ കോണിണ്ടല്ലോ, ആ കോണിമ്മ ഇറങ്ങാനും കയറാനും അവർക്ക് എന്താന്നില്ല കഴിയുന്നില്ല. പക്ഷെ അവരൊക്കെ കൈ പിടിച്ച് അവരൊക്കെ ഒന്ന് ആക്കി കൊടുക്കാനും അവർക്ക് ഹിദ്മത്ത് ചെയ്യാനും സാധിച്ചത് വലിയൊരു സന്തോഷം തന്നെയാണ്. ആ ഉമ്മാന്റെ കൂടെ ഈ വിനീതൻ ചെയ്തു ഹജ്ജിന് പോകാൻ സാധിച്ചു. അവിടെ വെച്ച് അറഫയിൽ വെച്ച് നേരത്തെ ഒരാൾ സൂചിപ്പിച്ചല്ലോ, ശൈത്താനിന്റെ അവിടെ പോയാൽ തീയല്ലോ അടങ്ങുന്നു പറഞ്ഞു. അത് ശരിയാണ്, എന്റെ അനുഭവമാണ്. എന്താ കാരണം? ഹജ്ജിന്റെ കർമ്മം നടക്കുമ്പോൾ നാട്ടിൽ നിന്ന് ഒരു പുതിയ ഉമ്മാന്റെ ഗ്രൂപ്പിൽ വന്ന അതേ ആളാണ്. ഉമ്മാന്റെ ഗ്രൂപ്പിൽ വന്നൊരു പുതിയാപ്പയും അവർ വന്ന് പ്രശ്നമുള്ളതില്ല. പക്ഷെ അറഫയിൽ എത്തിയപ്പോ അവിടുത്തെ സഹോദരിക്ക് ആ ഒരു ഉമ്മാക്ക് വയസ്സായിരുന്നേ ഉമ്മക്ക് ഹാലളകി എന്ന് മാത്രമല്ല, ഉമ്മ പറഞ്ഞു ഭർത്താവിനോട്, പിന്നെ എടുത്ത് നോക്കണ് ഓട്ടോറിക്ഷ വിളിക്ക്, ഞാൻ പോകണം. ഓട്ടോറിക്ഷ വിളിക്ക്, ഞാൻ പോവുകയാണ്. എവിടേക്ക് പോണ്? അപ്പൊ മൂപ്പനോട് പറഞ്ഞു എവിടേക്ക് ഓട്ടോറിച്ച് പോകാൻ പറയണത്? ഇത് പറയാൻ അറബിയൻ അവിടെ ഇരിക്കാൻ നമ്മൾ കണ്ട് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. എന്നിട്ട് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മരണപ്പെട്ടത് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അപ്പോ അത് ശരിയാണ്. ചില ആളുകൾക്ക് കഅബാലയത്തിൽ പിന്നെ എത്തുമ്പോഴും അതല്ലെങ്കിൽ മദീനയിൽ എത്തുമ്പോഴും
ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അവർക്ക് അത് രക്ഷിക്കട്ടെ. അപ്പോ അതെന്താ വെച്ചാൽ ഒന്നുമല്ല, അവരുടെ മനസ്സിൽ ചിലപ്പോ സന്തോഷം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രയാസം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾ ബോധം കെട്ടു പോകും. എന്തുകൊണ്ടാണ്? അതിനോട് കടയിലാണ് സൂചിപ്പിക്കാൻ. നമ്മുടെ മക്ബറയിൽ എവിടെ, നമ്മുടെ പള്ളിക്കാട്ടിൽ സിയാറത്തിന് പെണ്ണുങ്ങൾക്ക് വരണ്ടെന്ന് പറയുന്ന കാരണം എന്താണ്? കറാഹത്താണ്. എന്തുകൊണ്ടാ ഫത്വയിൽ പറയുന്നു, അവര് വന്നാൽ അവർക്ക് തീണ്ടാവും അവരുടെ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ മക്കളുടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരുടെങ്കിലൊക്കെ ആണെങ്കിൽ അവർക്ക് അട്ടഹാസം വരാം, ബോധക്ഷയം വരാം, ബോധത്തിൽ വീഴാം, പ്രയാസങ്ങൾ ഉണ്ടാവാം ഒക്കെ. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് എന്തില്ല അവിടെ സിയാറത്ത് അവിടെ ഉണ്ടായത്, അത് കറാഹത്താക്കിയത്. അത് ഉറച്ചത് മാത്രം. ഏതിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഈ ഹാജിമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളേതായ ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഖാലിഖായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അൽ ഹജ്ജു അറഫത്തുൻ, അറഫ സംഗമമാണ് ഹജ്ജ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട ഹാജിമാർ, അവരുടെ കുടുംബങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രാവശ്യം ഹജ്ജിന് പോകാൻ എന്തിയാണ് തയ്യാറായിക്കാൻ. എങ്കിൽ പോലും നമുക്കറിയാം ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള യുദ്ധം കാരണമായ പല പ്രയാസങ്ങളൊക്കെ എന്നറിയപ്പെടും. എന്നിരുന്നാലും അത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ നാടുകളിൽ നിന്ന് പോകുന്ന എല്ലാ ഹാജിമാർക്കും നല്ല റാഹത്തോടു കൂടി ആ ഹജ്ജും അതുപോലെ തന്നെ മഖബൂലുമായ ഹജ്ജും ഉംറയും സിയാറത്തുകളൊക്കെ ചെയ്യാൻ ഖാലിഖായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള ആഫിയത്തും അതിനുള്ള ആരോഗ്യവും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ചരിത്രം ഞാൻ പറയാം. ഒരാൾ ഹജ്ജിന് പോകാൻ പഴയ